മാങ്ങയിഞ്ചി. പണ്ട് ചോറിന് കറികളൊക്കെ കുറവാകുമ്പം മുറ്റത്തുള്ള തൈന്ന് മാങ്ങഞ്ചി വറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കിയ ഒരു ഓർമ്മയുണ്ട്. പക്ഷെ മാങ്ങഞ്ചിയെ പറ്റി കൂടുതൽ അറിയുന്നത് കല്യാണത്തിന് ശേഷമാണ്. തേങ്ങ ചേർക്കാതെയും ചേർത്തിട്ടും പിന്നെ അച്ചാറിട്ടും ഉപ്പിലിട്ടും അങ്ങനെ ഒരുപാട് മാങ്ങഞ്ചി വിഭവങ്ങൾ കഴിക്കുന്നത് അപ്പോഴാണ്. കല്യാണത്തിന് ശേഷം ഉമ്മച്ചി വയനാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങൾ പരിചയപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ മാങ്ങഞ്ചിയുടെ കുറേ ഐറ്റംസും കഴിച്ചു. ഉമ്മച്ചി നാട്ടിൽ നിന്ന് വന്നപ്പം കുറേ മാങ്ങഞ്ചി കൊണ്ടുവന്നു. അപ്പം ഇന്നത്തെ വീഡിയോ മാങ്ങഞ്ചി അച്ചാർ തന്നെ ആയിക്കോട്ടെ. മാങ്ങഞ്ചി കഴുകി തൊലി കളഞ്ഞരിഞ്ഞ് മാറ്റി വെക്കുക. ഉലുവ കുറച്ച് വറുത്തും വെക്കാട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണയിൽ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്ത് പച്ചമുളകും ചേർത്ത് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് അല്പം കായപ്പൊടി ചേർക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങഞ്ചി കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിൽ ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല, വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ഉലുവ ചൂടാറിയിട്ടുണ്ടാവും, അതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി പൊടി, മുളക് പൊടി അത്രയാണ് ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. കൂടെ ആവശ്യത്തിന് വിനേഗർ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാങ്ങഞ്ചി അച്ചാർ റെഡി. ഇനി മാങ്ങഞ്ചി എവിടെ കാണുകയാണെങ്കിലും വാങ്ങിക്കോളി, ഇങ്ങനത്തെ അച്ചാർ ഉണ്ടാക്കിക്കോളി. അടുത്ത വീഡിയോ കാണും വരെ ബൈ ഫ്രം ബ്രഞ്ച് ടോക്സ്.